के मार्च साहब सुरेंद्र जी का पीरियड घेलघंडी के बाद आता था। बच्चे उनसे कांपते थे और घेलघंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर जाकर बैठ जाते थे। सुरेंद्र जी मार्च साहब इसी पीरियड में कॉपी जांचते थे। जरा-सी गलती पर बच्चों को इधर उधर फेंक देते थे या छापड़ मारने लगते थे। उनका हाथ चलना शुरू होता तो रुकना भूल जाता था। अपने गणित के मार्च साहब, ഗണിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മാത്സ്, കണക്ക്. മാർച്ച് സാബ് എന്ന് പറഞ്ഞാൽ മാഷ്, കണക്ക് മാഷ്, കണക്ക് അധ്യാപകൻ. സുരേന്ദർജി, കണക്ക് അധ്യാപകൻ സുരേന്ദർജിയുടെ പീരീഡ് ഖേൽഘണ്ഡി കെ ബാദ് ആത്താത. അപ്പോഴേ കണക്ക് അധ്യാപകനായ സുരേന്ദർജിയുടെ പീരീഡ് വരുന്നത് ഖേൽഘണ്ഡി ഡ്രിൽ പീരീഡ്, നിങ്ങളിപ്പം PT എന്നൊക്കെ പറയും, ഡ്രിൽ പീരീഡിന് ശേഷമാണ് വരുന്നത്. പണ്ടൊക്കെ ഡ്രിൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിലേക്ക് വിട്ടേക്കാണ്, NSSൻ്റെ ഗ്രൗണ്ടിലേക്ക് പോവുക, അവിടെ ഓടിച്ചാടി മറിഞ്ഞ് റെഡിയായിട്ട് അടുത്ത പീരീഡ് ആകുമ്പം പിന്നെ ഒത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് ക്ലാസ്സിലേക്ക് കയറുക. അതാ പണ്ടത്തെ രീതി. അപ്പോൾ അങ്ങനെയല്ല, നിങ്ങളുടെ കൂടെ സാർമാർ വരും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കുഴപ്പം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഉത്തരവാദികളാവും. അപ്പോഴേ ഖേൽഘണ്ഡി കെ ബാദ് ആത്താത, കെ ബാദ് അറിയാമല്ലോ, ശേഷം. അപ്പോഴേ കണക്ക് മാഷ സുരേന്ദർജിയുടെ ക്ലാസ് ഡ്രിൽ പീരീഡിന് ശേഷമാണ്, ഡ്രിൽ പീരീഡ് കഴിഞ്ഞാണ്. ബच्चे ഉൻസെ കാമ്പത്തെ थे, കുട്ടികൾ ഉൻസെ അദ്ദേഹത്തെ, കാമ്പിന എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക, അദ്ദേഹത്തെ കാണുമ്പോഴേ വിറയ്ക്കുമായിരുന്നു. പണ്ടൊക്കെ അങ്ങനെയുള്ള അധ്യാപകരുണ്ടായിരുന്നു. ഏത് സ്കൂളിലായാലും അങ്ങനെയുള്ള ചില പ്രത്യേക അധ്യാപകർ കാണും. ചിലർ ഇച്ചിരി ക്രൂരതയും കൂടെ ഒക്കെ കാണിക്കുന്നവരും ഒക്കെ ഉണ്ട്. അതാണ് ഇവിടെ നമ്മുടെ കഥാകൃത്ത് എടുത്ത് കാണിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയുള്ള അധ്യാപകരുണ്ടായിരുന്നു. അവരെ കുറച്ചുകൂടെ പറയുകയാണ്. ബच्चे ഉൻസെ കാമ്പത്തെ थे, കുട്ടികൾ അദ്ദേഹത്തെ കാണുമ്പം വിറയ്ക്കുമായിരുന്നു. അവർ ഖേൽഘണ്ഡി ബന്ദ് होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. അതുകൊണ്ട് കുട്ടികൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഖേൽഘണ്ഡി ഡ്രിൽ പീരീഡ് സമാപ്ത് ഹോന, എന്താ സമാപ്ത് ആഹോന, ബന്ദ് ഹോന, അവസാനിക്കുക. ഡ്രിൽ പീരീഡ് അവസാനിക്കുന്നതിലും 2 മിനിറ്റ് പഹലേ ഹി, ഡ്രിൽ പീരീഡ് തീരാൻ ഇനിയും 2 മിനിറ്റ് ഉണ്ടാവും. ആ 2 മിനിറ്റിന് മുമ്പേ തന്നെ അപ്പനി അപ്പനി ജഗഹോം പറാക്കറായി ബൈറ്റ് ജാത്തേ थे. അപ്പനി അപ്പനി ജഗഹ്, എന്താ ജഗഹ്? സ്ഥലം. എന്താണ് ഇവിടെ സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന സീറ്റുണ്ട്, അല്ല ഓരോ ദിവസം ചെന്ന് ഓരോ സീറ്റ് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അതാണ് അപ്പനി അപ്പനി ജഗഹോം പർ, അവരവരുടെ സീറ്റുകളിൽ, സ്ഥാനങ്ങളിൽ ആക്കർ വന്നിട്ട് ബൈറ്റ് ജാത്തേത്, ഇരിക്കുമായിരുന്നു. അവിടെ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഡ്രിൽ പീരീഡ് കഴിഞ്ഞാണ് കണക്ക് മാഷ് സുരേന്ദർജിയുടെ ക്ലാസ്. പക്ഷേ അദ്ദേഹത്തെ കുട്ടികൾക്കെല്ലാം വല്ലാത്ത പേടിയായിരുന്നു, അദ്ദേഹത്തെ കാണുമ്പോഴേ വിറയ്ക്കുമായിരുന്നു. അതുകൊണ്ട് കുട്ടികളെല്ലാം തന്നെ ഡ്രിൽ പീരീഡിൻ്റെ 2 മിനിറ്റ് കളി നിർത്തും, നേരത്തെ കളി നിർത്തിയിട്ട് ക്ലാസ്സിൽ വന്ന് റെഡിയായിട്ടിരിക്കുമായിരുന്നു. സുരേന്ദർജി മാർച്ച് സാബ് ഇസി പീരീഡ് में कॉपी जांचते थे. അപ്പോൾ സുരേന്ദർജി മാർച്ച് സാബ്, മാഷ് എന്താ ചെയ്യുന്നത്? ഇസി പീരീഡ്, ഈ പീരീഡിൽ കോപ്പി ജാഞ്ചിന നോട്ട്ബുക്ക് പരിശോധിക്കുക. ജാഞ്ചിന, എന്താ ജാഞ്ചിന? പരിശോധിക്കുക. ജാഞ്ചിന പരിശോധിക്കുക. അപ്പോൾ ഈ പീരീഡ് എന്തായിരുന്നു? കോപ്പി, എല്ലാവരുടെയും നോട്ട്ബുക്ക് പരിശോധിക്കും. മാച്ച് ആകുമ്പോൾ ഹോംവർക്ക് കാണുമല്ലോ. അപ്പോഴതുപോലെ എല്ലാ കുട്ടികളുടെയും നോട്ട്ബുക്ക് പരിശോധിക്കും. സെരാസി ഗൽത്തി, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സെര, എന്താ സെര എന്ന് പറഞ്ഞാൽ അല്പം. സെരാസി ഗൽത്തി, ഗൽത്തി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, തെറ്റ്. ടീക്ക് ഗലത്ത്, ശരി, ടീക്ക് ഗലത്ത്, തെറ്റ്. അപ്പോഴേ സെരാസി ഗൽത്തി, ഒരു ചെറിയ തെറ്റ് മതി, ഒരു നിസ്സാരമായ കാര്യം മതി. ബച്ചോങ്കോ, കുട്ടികളെ, അത് എന്തെന്നറിയാം? ഈ കുട്ടികളെ ഇധർ ഉധർ ഫേങ്ക് ദേത്തേത്. ഇധർ ഇവിടെ, ഉധർ അവിടെ. ഫേങ്കിന എന്ന് പറഞ്ഞാൽ എറിയുക എന്നാണ്. ഇവിടെ ഇധർ ഉധർ ഫേങ്കിന എന്ന് പറഞ്ഞാൽ അർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് തള്ളും. ചെറിയൊരു തെറ്റ് കണ്ടാൽ മതി, ഈ കുട്ടികൾ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച്
തള്ളും. അതുപോലെ യാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലെങ്കിൽ. അതായത് ഒരു ചെറിയ തെറ്റ് കണ്ടാൽ മതി, അദ്ദേഹം എന്ത് ചെയ്യുന്നു? കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് തള്ളും. അല്ലെങ്കിൽ എന്താണ്? ജാപ്പട് മാറിനെ ലക്തേതേ. ജാപ്പട് എന്ന് പറഞ്ഞാൽ ജാപ്പട്, അടി. ജാപ്പട് മാറിന അടിക്കുക, ലഗിന ആരംഭിക്കുക, അടി തുടങ്ങും. ഒന്നുകിൽ അവരെ അങ്ങോട്ടും ദേഷ്യം വന്നിട്ട് തെറ്റായിട്ടൊക്കെ ചെയ്തുകൊണ്ട് വരുമ്പോഴെന്താ ചെയ്യുന്നത്? അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തള്ളും. അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? അവരെ ശരിക്കും അടിക്കും. ഉസ്ക ഹാത്ത് ചലാന കൈപ്രയോഗം തുടങ്ങുക. ശുരു ഹോന ആരംഭിച്ചാൽ രുക്കിന ഫൂൽ ജാത്താത. രുക്കിന നിൽക്കുന്ന കാര്യം, അത് നിർത്തുന്ന കാര്യം ഫൂൽ ജാത്താത. ഫൂലിനെ മറക്കുക, അദ്ദേഹം മറന്നുമായിരുന്നു. അടി തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തുന്ന കാര്യം അദ്ദേഹം മറന്നു പോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തോടെ അതിൻ്റെ അർത്ഥം? ശരിക്കും അടിക്കുമായിരുന്നു. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, അടി തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തേണ്ട എപ്പോഴാന്നുള്ള കാര്യം അദ്ദേഹം സ്വയം മറന്നു പോയിരുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും കുട്ടികളെ അടിക്കുമായിരുന്നു. ഇനി ഒരു ദിവസത്തെ ഒരു സംഭവം പറയുകയാണ് ബേലയായിട്ടുള്ള. एक दिन सुरेंद्र जी मौल साहब ने बेला के बालों में पंजा फंसाया, पर शायद जिस गलती को पाकर वे उसके बाल पकड़ कर फेंकने वाले थे वह गलती दी ही नहीं. उन्होंने बेला को छोड़ दिया. बेला के फैफीद चेहरे को देखकर साहिल बुरी तरह डर गया था. उसने देखा कि बेला के पाँव अफीफी कांप रहे हैं, जैसे वह कड़े कड़े अफी गिर जाएगी. सुरेंद्र जी मार साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. एक दिन, ഇനി ഒരു ദിവസം ഉണ്ടായ ഒരു സംഭവം അവിടെ പറയുന്നു. एक दिन സുരേന്ദർ ജി മാൾ സാഹിബിനെ, ഒരു ദിവസം സുരേന്ദർ ജി മാഷ് ബേലയുടെ ബാൽ, എന്താണ് ബാൽ? മുടി. ബാൽ കാട്ടിന, മുടി വെട്ടുക. ഇവിടെ ബാലോമേ, ഒരു ദിവസം സുരേന്ദർജി മാഷ് ബേലയുടെ മുടിയിൽ പഞ്ചഫസായ, എന്താണ് പഞ്ചഫസാന? കുത്തിപ്പിടിക്കുക. ബാലോമയും പഞ്ചഫസാന മുടിക്ക് കുത്തിപ്പിടിച്ചു. പഞ്ച എന്ന് പറഞ്ഞാൽ നമ്മളുണ്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ചു മുടിക്ക്. ഒരു ദിവസം ബേലയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു സുരേന്ദർജി മാഷ്. വേ ഉസ്കെ ബാൽ പകടുക്കർ ഫേങ്കിനെ വാലേത്. ഫേങ്കിന എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എറിയ എന്നർത്ഥമുണ്ട്, ഇവിടെ അർത്ഥമല്ല, തള്ളുക. അതായത് തള്ളാൻ പോവുകയായിരുന്നു. മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് അവളെ ഒരൊറ്റ തള്ളാൻ പോവുകയായിരുന്നു. ഉസ് ഗൽത്തി ദി ഹീനഹീം. ഗൽത്തി എന്ന് പറഞ്ഞാൽ തെറ്റ്. അവൾ അങ്ങനെയുള്ള ഒരു തെറ്റ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു. ഇങ്ങനെ അവളുടെ മുടിക്ക് പിടിച്ച് തള്ളിക്കളയാൻ പാകത്തിൽ ഒരു തെറ്റ് അവൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉനോനെ ബേലാക്കോ ചോട് ദിയ. അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച അദ്ദേഹം ബേലയെ ചോട് ദിയ. ചോട് ദേന ഉപേക്ഷിക്കാതാണ്, ഇവിടെ വെറുതെ വിട്ടു. അതുകൊണ്ട് പിന്നെ തള്ളിയതൊന്നുമില്ല, മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് പിന്നെ അവളെ അങ്ങ് വിട്ട്. കാരണം അവൾ അങ്ങനെ വലിയ തെറ്റൊന്നും അവൾ ചെയ്തിരുന്നില്ല. ബേലക്കെ ഫൈഫീദ് ചേഹരേക്കോ ദേക്കർ സാഹിൽ ബുരി തര ഡർ ഗയാ. ബേലയുടെ ഫൈഫീദ് മുഖ്, ഫൈഫീദ് എന്ന് പറഞ്ഞാൽ പേടിപൂണ്ട, പേടിക്കുന്ന മുഖ്. ചേഹര എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖം. പേടിക്കുന്ന ആ മുഖം ദേക്കർ കണ്ടിട്ട്, എന്താ ദേക്കർ എന്ന് പറഞ്ഞ അർത്ഥം? കണ്ടിട്ട്. സാഹിൽ ബുരി തര ഡർ ഗയാ. ഈ സാഹിൽ, ബുര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അച്ചാട് ഓപ്പോസിറ്റാണ് ബുര. ഇവിടെ ബുരി തര എന്ന് പറഞ്ഞാൽ വല്ലാതെ, ഡർ ഗയാ, ഡർന ഭയക്കുക, പേടിക്കുക, വല്ലാതെ പേടിച്ചുപോയി. ഇപ്പം ബേലയുടെ ഭീതി പൂണ്ട മുഖം കണ്ടപ്പോൾ ആർക്കാണ് പേടി ഉണ്ടായത്? സാഹിലിനാണ്. അതാണ് ആത്മമിത്രങ്ങളുടെ രീതി. ആത്മമിത്രങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ മിത്രത്തിൻ്റെ സുഖത്തിൽ എന്താണ്? സുഖത്തിൽ സന്തോഷിക്കുകയും ദുഃഖത്തിൽ ദുഃഖിക്കുകയും ചെയ്യും. അതാണ് ആത്മമിത്രങ്ങൾ. അല്ലാതെ ഇത് ചെയ്യുമ്പോൾ അല്ലെ അവൾക്ക് അങ്ങനെ വേണം, അവൾ ഇച്ചിരി അഹങ്കാരി, രണ്ടൂടെ കിട്ടട്ടെ എന്നല്ല പറഞ്ഞത്. എന്താണ് ആ മിത്രതയുടെ പ്രത്യേകത? അതാണ്. അതായത് തൻ്റെ കൂട്ടുകാരി അവിടെ നിന്ന് വിറയ്ക്കുകയാണ്. അവളുടെ മുഖം വല്ലാതെ ഭീതി കൊണ്ട് നിന്നപ്പോൾ ആരാണ് പേടിച്ചത്? സാഹിലാണ് പേടിച്ചത്. ഉസ്നെ ദേക്കാക്കി, അവൻ കണ്ടു. ആരാണ്? സാഹിലിനെ ദേക്ക. ബേലാക്കെ പാവ് അഫീഫി കാമ്പ് രഹേ. ബേലാക്കെ പാവ് എന്ന് പറഞ്ഞാൽ പയർന്നാണ്. എന്താ പയർ എന്ന് പറഞ്ഞാൽ? കാല്.
ഇവിടെ ബേലാക്കെ പാവ് എന്ന് പറഞ്ഞേക്കുന്നത് കാലുകൾ. ബേലാക്കെ പാവ്, ബേലയുടെ കാലുകൾ അഫീഫി. എന്താ അഫീഫി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അപ്പോഴും. അതായത് ആ സമയത്തും ബേലയുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അഫീഫി ബേലാക്കെ പാവ് അഫീഫി കാമ്പ് രഹിത, കാമ്പിനെ വിറയ്ക്കുക, അവളുടെ കാലെല്ലാം വിറയ്ക്കുകയാണ്. അവൾ അവിടെ നിന്ന് ആ മാഷിൻ്റെ മുമ്പിൽ നിന്ന് ആകെ പേടിച്ചു പോയിരിക്കുന്നു. അവളുടെ കാലുകളൊക്കെ വിറയ്ക്കുന്നു. അവളുടെ മുഖം കണ്ടാൽ അറിയാൻ വല്ലാത്ത ഭീതിയുണ്ട്. അവളുടെ കാലുകളൊക്കെ പാവ് കാമ്പിനെ, എന്താ പാവ് കാമ്പിനെ കാലുകൾ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജയ്സവ കടേക്കടയാഫി ഗർജായകി. സാഹിലിന് തോന്നി, എടാ ഇനി അവൾ കടേക്കട അവിടെ നിന്ന് അഫി ഗർജായകി, ഗർണ വീഴുക. ഇനി നിന്ന് അവൾ വീണങ്ങാണം പോയാലോ, ഇനി അവൾ മറഞ്ഞു വീഴുകയും കാണാൻ ചെയ്താലോ. सुरेंद्र जी मार साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा. പിന്നീട് സുരേന്ദർജി മാഷ് എന്താ ചെയ്തത്, അവളുടെ കോപ്പി, അവളുടെ നോട്ട്ബുക്ക്, ഉസ്കെ ബൈഠനെ കി ജഗഹ്, ഉസ്കെ ബൈഠനെ കി ജഗഹ്, അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഫേങ്കിന, എറിയുക, വലിച്ചെറിഞ്ഞു. അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക്, പണ്ടൊക്കെ അങ്ങനത്തെ രീതിയുണ്ട്. ആ നോട്ട്ബുക്ക് എടുത്ത് അവൾ ഇരിക്കുന്ന സീറ്റിലേക്ക് ഒരൊറ്റ എറി. എന്നിട്ട് പറഞ്ഞു, ഫേങ്കത്തെ ഹുയെ കഹാ ബായിട്ട് അപ്പനി ജഗഹ് പർ, പോയിരു നിന്റെ സീറ്റിൽ. ബേലാക്ക മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ. ബേലയുടെ മനസ്സ് ബഹുത്ത് ഖരാബ് ഹോ ഗയ. ഖരാബ് ഹോന മോശമാവുക, വിഷമുള്ളതാവുക, ദുഃഖമുള്ളതാവുക. ബേലാക്ക മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ. माट साहब चाहे मुझसे पीड़ लेते मगर साहिल के सामने नहीं, और साहिल के सामने खुद को शर्मिंदा महसूस कर रही थी, क्योंकि वह जानती थी कि वह साहिल की नज़र में बहुत अच्छी है. जब वह इसके पास आकर बैठी उससे नज़र नहीं मिला पाई. ബേലയുടെ അവിടെ സീറ്റിലേക്ക് പോയിരിക്കാൻ അധ്യാപകൻ പറഞ്ഞു. ബേലാക്ക മൻ, ബേലയുടെ മനസ്സ് ബഹുത്ത് ഖരാബ് ഹോ ഗയ, വല്ലാതെയായി, വല്ലാതെ വിഷമത്തിലായി. ബേലയുടെ മനസ്സിന് വല്ലാത്ത ദുഃഖമായി. മാഡ് സാബ്, എന്താണ് അവൾക്ക് ദുഃഖം വന്നതെന്നറിയാമോ? മാഡ് സാബ്, ഈ മാഷ്, ചാഹെ മുച്ചെ പീഡിലേത്തെ, ചാഹിനെ ആഗ്രഹിക്കുക, പീഡിനെ അടിക്കുക. ഈ മാഷ് ഇനി വേണമെങ്കിൽ എന്നെ അടിച്ചോട്ടെ. മഗർ, പക്ഷേ സാഹിൽ കെ സാമ്നെ നഹീം, പക്ഷേ ഇത് സാഹിലിൻ്റെ മുമ്പിൽ വെച്ച് വേണ്ടായിരുന്നു. അവൾക്കുണ്ടായ വിഷമം അതാണ്. ഈ മാഷ് എന്നെ അടിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല, പക്ഷെ അത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സാഹിലിൻ്റെ മുമ്പിൽ വെച്ചായിപ്പോയി. അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം വന്നതിൻ്റെ കാരണം എന്താണ്? കൂട്ടുകാരൻ്റെ മുമ്പിൽ വെച്ചായിപ്പോയി. അതാ വിഷമം. നമുക്കും അങ്ങനെയൊക്കെ ഇല്ലയോ? ചിലപ്പം നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ എടുത്തിട്ട് അടിക്കും, ചിലപ്പോൾ നിങ്ങൾ ഓടി പുറത്തോട്ട് പോകും, അവിടെ ഇട്ടടിക്കും. അപ്പോഴായിരിക്കും ആ വഴിയെ വന്നവർ കണ്ടുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം. ഇടയിച്ചല്ലേ, അവരെല്ലാം കണ്ടില്ലായിരുന്നു, ഒരു കുഴപ്പമില്ല. അതുപോലെയാണ് ഇവിടെ. എന്താണ് ഇതെല്ലാം നടന്നത്? ആരുടെ മുമ്പിൽ വെച്ചാണ്? ബേലയുടെ ആത്മമിത്രമായ സാഹിലിൻ്റെ മുമ്പിൽ വെച്ചായിരുന്നു. സാമ്നെ എന്ന് പറഞ്ഞാൽ എന്താ? സാമ്നെ, മുൻപിൽ. और साहिल के सामने खुद को शर्मिंदा महसूस कर रही थी. അവൾക്ക് സാഹിൽ കെ സാമ്നെ, എന്താ സാഹിൽ കെ സാമ്നെ? സാഹിലിൻ്റെ മുൻപിൽ. ഖുദ്, എന്താണ് ഖുദ് എന്ന് പറഞ്ഞാൽ? സ്വയം. എന്താണ് ഖുദ് എന്ന് പറഞ്ഞാൽ? സ്വയം, തനിയെ നമ്മൾ പറയത്തില്ലയോ? ഷർമിന്ദ, ലജ്ജ. എന്താ ഷർമിന്ദ എന്ന് പറഞ്ഞാൽ? ലജ്ജ. മഹസൂസ് കർണ, എന്താ മഹസൂസ് കർണ? അനുഭവപ്പെടുക. അതായത് ബേലയ്ക്ക്, ഇത് സാഹിലിൻ്റെ മുമ്പിൽ വെച്ചായതുകൊണ്ട് സ്വയം അവൾക്ക് നാണക്കേട് അനുഭവപ്പെട്ടു, നാണക്കേടായി. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ അതിനൊരു കാരണമുണ്ട്. ഈ സാഹിലിൻ്റെ മുൻപിൽ വെച്ച് ഈ സംഭവങ്ങളൊക്കെ നടന്നതുകൊണ്ടാണ് അവൾക്ക് നാണക്കേടുണ്ടായത്. കാരണം ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ വഹ് ജാൻതി ദീക്കി, ജാന്ന, എന്താ ജാന്ന? അറിയുക. എന്താടോ ജാന്ന എന്ന് പറഞ്ഞാൽ? അറിയുക. വഹ് ജാൻതി ദി, അവൾക്കറിയാമായിരുന്നു, ബേലയ്ക്ക് അറിയാമായിരുന്നു. എന്താണ്? വഹ് ജാൻതി ദീക്കി, അവൾക്കറിയാമായിരുന്നു.
വഹ് സാഹിൽ കി നസർ മേ, നസർ എന്താണ് നസർ? ദൃഷ്ടി, നോട്ടം, കാഴ്ചപ്പാടെന്നൊക്കെ നമ്മൾ പറയും. അതായത് അവൾക്കറിയാമായിരുന്നു സാഹിലിൻ്റെ കാഴ്ചപ്പാടിൽ, സാഹിലിൻ്റെ നോട്ടത്തിൽ ബഹുത് അച്ചി ഹേ, ബഹുത് അച്ചി, വെരി ഗുഡ് ഗേളാണ്. സാഹിലിൻ്റെ കാഴ്ചപ്പാടിൽ ബേല എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു പെൺകുട്ടിയാണ്. അവൻ ഏറ്റവും നല്ലൊരു പെൺകുട്ടിയായിട്ട് കണ്ടിരിക്കുന്ന വ്യക്തിയാണ് ആര്? ബേല. അതാണ് അവൾക്ക് വിഷമം. ഇതെല്ലാം സാഹിലിൻ്റെ മുമ്പിൽ വെച്ചായിരുന്നു. സാഹിലാന്നെ തന്നെ ഏറ്റവും നല്ലൊരു കുട്ടിയായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതാണ് അവൾക്ക് വിഷമം ഉണ്ടായത്. ബേല കമൻ ജബ് ഉസ്കെ പാസ് ആക്കർ ബൈട്ടി. ഇനി അവളുടെ ജോലി എന്താണ്? മാഷ് നേരത്തെ ആജ്ഞാപിച്ചു, എന്താണ്? പോയി നിൻ്റെ സീറ്റിലിരിക്കാൻ പറഞ്ഞു. ഇനി സീറ്റിലേക്ക് പോകണം, പോണ്ടേ? അപ്പോഴേ ജബ് ഉസ്കെ പാസ് ആക്കർ ബൈട്ടി, ജബ എപ്പോഴാണോ അവൾ ഉസ്കെ പാസ്, കിസ്കെ പാസ്? സാഹിൽ കെ പാസ്, സാഹിലിൻ്റെ അടുക്കലാണ് പോയിരിക്കേണ്ടത്. അവർ അടുത്തടുത്തല്ലേ ഇരിക്കുന്നത്. ഇനി പോയിരിക്കേണ്ടത് സാഹിലിൻ്റെ അടുക്കലേക്കാണ്. അപ്പോഴേ ഉസ്കെ പാസ് ആക്കർ ബൈഠി, സാഹിലിൻ്റെ അടുക്കലേക്ക് പോയിരിക്കുകയാണ്. ഉസസെ നസർ നഹി മിലാപ്പായി, അവനെ ഒന്ന് നസർ മിലാന നോക്കുക, ഒന്ന് നോക്കാൻ പോലും കഴിഞ്ഞില്ല. അടുത്ത് നിന്നിരുന്നപ്പോൾ സാഹിലിനെ ഒന്ന് നോക്കാൻ പോലും കഴിഞ്ഞില്ല. നോക്കാൻ അവൾ തലയും കൊണ്ട് ചിരിക്കുകയാണ്. കാരണം എന്താണ്? നാണക്കേടായിപ്പോയി. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊരു സംഭവം നടന്നത് അവളെ വല്ലാത്ത ലജ്ജ ഉണ്ടാക്കി അവൾക്ക്. അതുകൊണ്ട് അവൾ അവിടെ ചെന്ന് മിണ്ടാതെ ഇരുന്നു. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बांधी थी. कोई उसे होए होए सफ़ेद पट्टी कह रहा था, तो कोई सुल्तान डाकू, तो कोई कुछ और कहकर चला रहे थे. ദീപാവലി की छुट्टी, ദീപാവലി അവധി. നമ്മൾ ഈ അവധി നമ്മൾ പറയുമ്പോൾ നമുക്ക് ഓണക്കാലാവധി, ക്രിസ്മസ് അവധി, വേനൽക്കാലാവധി, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോഴിവിടെ ദീപാവലി അവധി. അപ്പോൾ എന്താ ഇങ്ങനെ നമ്മൾ പറയുന്നതിൻ്റെ കാര്യം എന്താ? അത് ഒരു ദിവസത്തെ അവധിയല്ല, കുറേ ദിവസങ്ങളുടെ അവധി ഉണ്ടാവും. അപ്പോൾ ഈ ദീപാവലിക്കും വടക്കേന്ത്യയിലൊക്കെ എങ്ങനെയാണ്? അവിടെ നമുക്ക് ഓണത്തിനും ക്രിസ്മസിനും കിട്ടുന്ന പോലുള്ള അവധി ദിവസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞത്. ദീപാവലിക്ക് छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बांधी थी. ദീപാവലി അവധിക്ക് ശേഷം ബേല സ്കൂളിലെത്തിയപ്പോൾ, എപ്പോഴാണോ ബേല സ്കൂളിലെത്തിയത്, തോ അപ്പോൾ ബേലക്ക് സിർപ്പർ, ബേലയുടെ തലയിൽ സഫേദ് പട്ടി ബാന്ധിതി. സഫേദ് പട്ടി എന്ന് പറഞ്ഞാൽ ബാൻഡേജാണ്. ഒരു വെള്ള ബാൻഡേജ് കെട്ടിയിരുന്നു. ഇപ്പം ദീപാവലി അവധിയൊക്കെ കഴിഞ്ഞ് ബേല സ്കൂളിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു മാറ്റം? അങ്ങോട്ട് പോയതുപോലെയല്ല തിരിച്ചു വന്നേക്കുന്നത്. അവളുടെ തലയിൽ ഒരു വെള്ള ബാൻഡേജ് കെട്ടിയിരിക്കുന്നു, വെള്ള തുണി കൊണ്ട് കെട്ടിയിരിക്കുന്നു. കോയൂസെ ഇത് കണ്ടപ്പോൾ കോയൂസെ ചിലരൊക്കെ അവളെ ഹോയ് ഹോയ് ഹോയെ സഫേദ് പട്ടി കഹ്രഹാം, ചിലരൊക്കെ അവളെ കണ്ടെന്നെ പറയാൻ തുടങ്ങി. ഹോയ് ഹോയ് ഹോയ്, വെള്ള തലക്കെട്ടുകാരി, വെള്ള ബാൻഡേജ് ഉള്ളവൾ എന്നൊക്കെ അവളെ വിളിച്ച് കളിയാക്കി. കുട്ടികൾക്ക് അതിൻ്റെ ഗൗരവമൊന്നും ഉണ്ടാകത്തില്ല. അതാണ് അതിൻ്റെ ഒരു രീതി. തോ കോയി, എന്നാൽ ചിലർ സുൽത്താന ഡാക്കു, സുൽത്താന ഡാക്കു എന്നൂടെ പറഞ്ഞേക്കുന്ന കൊള്ളക്കാരുടെ രാജ്ഞി. തോ കോയി കുച്ച് ഔർ കേക്കർ ചിടാറ് കഥ. ചിലർ കൊള്ളക്കാരുടെ രാജ്ഞി എന്നും ചിലർ മറ്റെന്തോ ഒക്കെ പറഞ്ഞു അവളെ കളിയാക്കി. ആ സ്കൂളിലെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം തന്നെ എന്താണ്, ചിലർ വെള്ള തലക്കെട്ടുകാരി എന്നും ചിലർ കൊള്ളക്കാരുടെ രാജ്ഞി എന്നും വേറെ ചില കുട്ടികളും മറ്റെന്തോ പറഞ്ഞും അവളെ കളിയാക്കി. ये क्या हो गया बेला, साहिल ने परेशान होते हुए पूछा. പക്ഷേ സാഹിൽ മാത്രം അവളെ കളിയാക്കില്ല. ആത്മമിത്രങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലയോ, സുഖത്തിൽ സന്തോഷിക്കുകയും ദുഃഖത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്നവരാണല്ലോ ആത്മമിത്രങ്ങൾ. അതുകൊണ്ട് സാഹിൽ പരേശാൻ ഹൊത്തെ ഹുയെ പൂച്ച, സാഹിൽ പരവശനായി വളരെ ദുഃഖത്തോടെ ചോദിച്ചു, ഏ ക്യാ ഹോ ഗയാ ബേല, എന്താണ് ബേല നിനക്ക് പറ്റിയത്? ഇതെന്താ പറ്റിയതാണ് ബേല? അപ്പോഴവൾ മറുപടി പറഞ്ഞു, ഛത്ത് സേ ഗിർ ഗയി,
बेला ने हंसते हुए कहा और कहा बहुत दिन हो गए आज खेलगंडी में गांधी चौक में लंगड़ी डांग खेलेंगे ചത്ത് സെ ഗിർ ഗൈ. ചത്തെന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ടെറസ്, വീട്ടിൻ്റെ ടെറസിൽ നിന്ന് ഗിർ ഗൈ, വീണു. ബേലാനെ ഹസ്തേ ഹുയെ കഹ. ഇത് ബേല പറഞ്ഞത് ചിരിച്ചുകൊണ്ടാണ്. അവളതിന് വലിയ ഗൗരവമൊന്നും കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞ ടെറസിൽ നിന്ന് ഒന്ന് വീണതാ. അവർ വേ ഹമേശാക്കി തര കഹ അവർ കഹ. എന്നിട്ട് അവൾ പറഞ്ഞു ബഹത്ത് ദിൻ ഹോഗേ, ഒരുപാട് നാളായി. എന്താ ബഹത്ത് ദിൻ ഹോഗേ, ഒരുപാട് നാളായി. ആജ് ഖേൽഖണ്ഡി മേ ഗാന്ധി ചൗക്ക് മേ ലംഗടി ഡാങ്ക് ഖേലേംഗെ. ഇന്ന് ആജ് ഖേൽഖണ്ഡി. എന്താ ഖേൽഖണ്ഡി എന്ന് പറഞ്ഞാൽ ഡ്രിൽ പീരീഡ്. ഇന്ന് ഡ്രിൽ പീരീഡ് ഗാന്ധി ചൗക്ക് മേ. ഗാന്ധി ചൗക്ക് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്കൂളിനടുത്തൊരു ഗ്രൗണ്ടുണ്ട്. അവിടെ ഗാന്ധിജിയുടെ ഒരു പ്രതിമയുണ്ട്. അതുകൊണ്ട് അതിനെ അറിയപ്പെടുന്നത് ഗാന്ധി ചൗക്ക് എന്നാണ്. ഇവിടെയാണ് കുട്ടികൾ ഇൻ്റർവെൽ സമയത്ത് അവരുടെ ഡ്രിൽ പീരീഡൊക്കെ കളിക്കുന്നത്. അതുകൊണ്ടാണ് ഇവൾ പറഞ്ഞത് ഇന്ന് നമുക്ക് ഒരുപാട് നാളായി, ഇന്ന് നമുക്ക് ഡ്രിൽ പീരീഡ് അവിടെ പോയിട്ട് ലംഗടി ഡാങ്ക് കേലെങ്കെ. ലംഗടി ഡാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്തിത്തൊടിയിൽ നിന്നാണ് നാടൻ പേര്. അതായത് ഒരു കാലിൽ ഓടണം, ഒരു കാലും മടക്കി വെച്ചിട്ട് ഒരു കാലിൽ ഇങ്ങനെ ഓടുക. ഒരു വലിയ വരയൊക്കെ വരച്ചിട്ടിട്ട് അതിനകത്ത് ഒരുപാട് കുട്ടികളൊക്കെ നിൽക്കും. അപ്പോൾ ഈ കുന്തി ചെന്ന് ഓരോരുത്തരെ തൊടുന്നവർ ഔട്ടാവും. അപ്പോൾ ഈ ആളിങ്ങനെ കുന്തി ചെല്ലുന്ന കണ്ടിട്ട് ചിലർ ആ വരയ്ക്ക് അപ്പുറം പോയാലും അവരും ഔട്ടാണ്. അപ്പോൾ ഈ കളി കളിക്കണം എന്നാണ് ഈ കുട്ടി പറയുന്നത്. ബേല എന്താ പറയുന്നത്, ഇന്ന് ഡ്രിൽ പീരീഡ് നമുക്ക് കുന്തിത്തൊടിയിൽ കളിക്കണം, ഒരുപാട് നാളായി ഇന്നത് കളിക്കണം എന്ന് ബേല പറയാണ്. അപ്പോൾ സാഹിൽ പറഞ്ഞത് എന്താണ്, നഹിം കേലെങ്കെ, വേണ്ട കളിക്കണ്ട. ലഗ് ജായകി തോ തേരെ സിർമേ, നിൻ്റെ തലയിൽ ഫിർസേ, വീണ്ടും നിൻ്റെ തലയിൽ വീണ്ടും ലഗ് ജായകി തോ, മുറിവ് കാണാൻ പറ്റിയാലോ. നിൻ്റെ തലയിൽ ഒന്നാമൊരു മുറിവുണ്ട്, ഇനി അവിടെ ഇനി വല്ലതും പറ്റിയോ വല്ലതും ചെയ്താലോ, ഇനിയും വല്ലതും സംഭവിച്ചാലോ. ആർക്കാണ് ആകാംക്ഷ ഉണ്ടായത്, ഉത്കണ്ഠ ഉണ്ടായത്? സാഹിലിനാണ്. അപ്പോഴവൾ പറഞ്ഞു നഹീൻ ലഗേഗി, ഒന്നുമില്ല. ബേലാനെ സിദ്ദി और इस वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेलगंडी लंगड़ी डांग खेले. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे वह समय से कुछ अधिक मुस्कुरा रही हो. नहीं लगेगी, വേണ്ട. അതായത് ബേല പറഞ്ഞു നമുക്ക് ഒരുപാട് നാളായി, നമുക്ക് എന്നത്തെയും പോലെ ആ ഗ്രൗണ്ടിൽ പോയി കുന്തിത്തൊടിയിൽ കളിക്കണം. അപ്പോഴേ സാഹിൽ പറഞ്ഞു അയ്യോ വേണ്ട, നിൻ്റെ തലയിൽ ഇനി എന്തെങ്കിലും പറ്റിയാലോ. അപ്പോഴവൾ പറഞ്ഞു ഇല്ല, ഒന്നും പറ്റത്തില്ല. നഹീൻ ലഗേഗി, എന്താ അതിൻ്റെ അർത്ഥം, ഒന്നും ഉണ്ടാകത്തില്ല, ഒന്നും പറ്റത്തില്ല. ബേലാനെ സിദ് കി, ബേല സിദ്, എന്താ സിദ്, ശാഠ്യം, നിർബന്ധം പിടിക്കുക. ചില കുട്ടികളൊക്കെ ചില കാര്യങ്ങളൊക്കെ സാധിക്കുന്നതിന് നിർബന്ധം പിടിക്കും. നിർബന്ധം പിടിച്ച് ചിലപ്പോൾ അവർ വിജയിക്കും, ചിലപ്പം പരാജയപ്പെടും. അപ്പോൾ ഇതേപോലെ ഇവളെന്താണ്, ശാഠ്യം പിടിച്ചു. ബേലാനെ സിദ് കി, ശാഠ്യം പിടിച്ചു. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू और वे हमेशा की तरह, ഹമേശ എന്ന് പറഞ്ഞ അർത്ഥം എന്താ പറ, എല്ലായ്പ്പോഴും, ശരിയാണ്. ഹമേശ കി തരഹ്, കി തരഹ് എന്ന് പറഞ്ഞാൽ പോലെ. ഹമേശ കി തരഹ് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ, എന്നത്തെയും പോലെ, എല്ലാ പ്രാവശ്യത്തെയും പോലെ, എന്നത്തെയും പോലെ. ഹമേശ കി തരഹ് സാരെ ബച്ചോं के साथ, സാര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, സാര, എല്ലാം. സാരെ ബച്ചോं के साथ, എന്താ കെ സാത്ത്, കെ സാത്ത്, കൂടെ, ശരിയാണ്. സാരെ ബച്ചോं के साथ, എന്താ സാരെ ബച്ചോं के साथ, എല്ലാ കുട്ടികളോടൊപ്പം. എല്ലാ കുട്ടികളെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്ലാസ്സിൽ ഡ്രില്ലാകുമ്പോൾ ആ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഉണ്ടാവുമല്ലോ, അവരെല്ലാവരും കൂടെ ചേർന്ന് സാരെ ബച്ചോं के साथ ഗാന്ധി ചൗക്ക് കി ബാലു മേ, ഗാന്ധി ചൗക്കിലെ ആ ഗ്രൗണ്ടിലെ ബാലു, എന്താ ബാലു, മണൽ. എന്താണ് ബാലു എന്ന് പറഞ്ഞാൽ, മണൽ, മണൽ. ആ മണലിൽ പൂരി ഖേൽഖണ്ഡി, പൂരി ഖേൽഖണ്ഡി എന്ന് പറഞ്ഞാൽ ഡ്രിൽ പീരീഡ് മുഴുവനും. ലംഗടി ഡാങ്ക് ഖേലെ, അവരെന്ത് ചെയ്തു, ആ കുന്തി ഓടുന്ന ആ കളി കളിച്ചു. ഹം ബച്ചോങ്കോ, ഇൻ ബച്ചോങ്കോ, ഈ കുട്ടികൾ
അപ്പനെ ചാരോമോർ കേൾത്തേ ദേക്കർ തൻ്റെ നാലുപാടും ചാരോമോർ ചുറ്റുപാടും നാലുപാടും തൻ്റെ നാലുപാടും കളിക്കുന്നത് കണ്ടപ്പോഴേ ഗാന്ധിജിക്ക് മൂർത്തി. എന്താണ് ഗാന്ധിജിക്ക് മൂർത്തി? മൂർത്തി എന്ന് പറഞ്ഞാൽ പ്രതിമ. ഗാന്ധിജിക്ക് മൂർത്തി ഗാന്ധി പ്രതിമ. ഐസി ദിക്കായി പട്ടി, ദിക്കായി പടിന. എന്താ ദിക്കായി പടിന? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ദിക്കായി പടിന എന്താണ്? ശരിയാണ്, കാണപ്പെടുക. ഗാന്ധിജിക്ക് മൂർത്തി ഐസി ദിക്കായി പട്ടി ജൈസെ. എന്താ ജൈസെ എന്ന് പറഞ്ഞാൽ? പോലെ. എന്താണ് ജൈസെ? പോലെ. ജൈസെ और समय से कुछ अधिक मुस्कुरा रही हो. और समय മറ്റ് സമയങ്ങളിലേക്കാളും, और समय से മറ്റ് സമയത്തേക്കാളും കുച്ചതി കുറേ കൂടുതൽ മുസ്കുരാ രഹി ഹോ. മുസ്കുരാന പുഞ്ചിരിക്കുക, പുഞ്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. ഗാന്ധി പ്രതിമ സാധാരണ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രതിമയാണ്. പക്ഷേ ഈ കുട്ടികളെല്ലാവരും നാലുപാടും കുട്ടികളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നല്ലോ ഗാന്ധിജി. ഗാന്ധിയുടെ നാലുപാടും നിഷ്കളങ്കരായ കുട്ടികൾ ഓടിച്ചാടി ഇങ്ങനെ കളിക്കുന്നത് കണ്ടിട്ടാവണം ആ പ്രതിമ എന്ന പതിവിലും അല്പം കൂടി പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി. പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാനൊക്കത്തുള്ളൂ. ആ പ്രതിമ അല്പം കൂടി പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി.